നമസ്കാരം. ആർട്ടിക്കിൾ 19ലേക്ക് സ്വാഗതം. സാമൂഹ്യ പ്രവർത്തക ശീതൾ ശ്യാമാണ് ഇന്ന് അതിഥിയായി എത്തുന്നത്. സ്വാഗതം ശീതൾ. എന്നെ ഇനി ശോഭനയെ പോലെ ആണ് എന്നാരും പറയരുത്. കഴിഞ്ഞ ദിവസത്തെ ശീതളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. എന്താണ് ആ പോസ്റ്റ് പറയാൻ, അല്ലെങ്കിൽ ആ പോസ്റ്റിനുള്ള ആധാരം എന്തായിരുന്നു? ഞാൻ ചെറുപ്പം മുതലേ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ സ്നേഹിക്കുകയും അല്ലെങ്കിൽ എൻ്റെ ലൈഫിനോട് കുറച്ചും കൂടി അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരാളെന്ന് നിലയിൽ ശോഭന ഞാൻ കണ്ടിരുന്നു എന്നുള്ളതാണ്. അത് ഈ കാലഘട്ടം അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം വരെ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം കഴിഞ്ഞ ദിവസം നടന്ന BJPയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് നടന്ന നാരീശക്തി പരിപാടിയിൽ ശോഭന എന്ന് പറയുന്ന ഒരു അഭിനേത്രി അവിടെ നടത്തിയ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ആ പ്രസ്താവനയിൽ ഒരുപാട് കള്ളങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ കള്ളം ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതിനാലാണ് എനിക്ക് അവരോടുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ എഴുതിയിട്ടുള്ളത്. ഇപ്പോ ശോഭന എന്ന് പറയുന്ന അഭിനേത്രിയെ, കലാകാരിയെ നമുക്കൊക്കെ തന്നെയും അല്ലെങ്കിൽ കേരളത്തിന് വളരെ പരിചിതമാണ്. മലയാളത്തിന്റെ ഒരു ഐക്കൺ, അതായത് ദേശീയ തലത്തിൽ പോലും നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി എടുത്തു വെക്കുന്ന ഒരു മുഖമാണ് ശോഭനയുടേത്. ഇപ്പൊ ശോഭന കേരളീയത്തിന്റെ വേദിയിൽ വന്നിട്ടുണ്ട്. ശോഭന ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നാരീരത്നം പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടി എന്ന് പറയുന്നെങ്കിൽ അത് കൃത്യമായ രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അത് ശോഭന എന്ന് പറയുന്ന അഭിനേത്രി അല്ലെങ്കിൽ കലാകാരിക്ക് ആര് ഇൻവിറ്റേഷൻ കൊടുത്താലും അവരെ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിച്ച് ആ വേദിയിൽ കൊണ്ടുവന്നാൽ അവർ വരും എന്ന് നമ്മൾ ഇതിന് മുൻപും കണ്ടിട്ടുള്ളതാണ്. അതിന് അത്രയും പ്രാധാന്യം കൊടുത്താൽ പോരെ? എനിക്ക് അവർ വരുന്നതിനോടോ അവരെ ക്ഷണിതാവായി ക്ഷണിക്കുന്നതിനോടോ അവർക്ക് അങ്ങനെ ഒരു വേദി കിട്ടുന്നതിനോടോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അവരവിടെ ഉന്നയിച്ച ആ പ്രസ്താവന മാത്രമാണ് എൻ്റെ പ്രശ്നം. ഇന്ത്യയിലെ മികച്ച ഒരു ഭരണാധികാരിക്ക് കീഴിൽ നമ്മൾ സുരക്ഷിതരാണ്. ഇന്ത്യ ഇന്ന് വളരെയധികം സന്തോഷത്തിൻ്റെ പാതയിലാണ് പോകുന്നത് എന്നുള്ളൊരു പ്രസ്താവനയാണ് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചത്. നമുക്കറിയാം സമകാലീന ഇന്ത്യയിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളെ പോലും നേരിടാൻ പറ്റാത്ത വലിയൊരു ഭരണാധികാരിയുടെ, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും മോശം ഭരണാധികാരിയുടെ ആ ഒരു നിലപാടിനെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ വളരെയധികം ചുരുക്കിക്കൊണ്ട് അതിനെ വലിയൊരു കള്ളമായി തന്നെ പ്രചരിപ്പിക്കാനായിട്ട് ശോഭനയ്ക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിനെ ഒരു അഭിനേത്രി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അവരെ ഇത് വക്താവ് എന്നുള്ള രീതിയിൽ, അവരെ കലയുടെ വക്താവായിക്കോട്ടെ, രാഷ്ട്രീയത്തിൻ്റെ വക്താവായിക്കോട്ടെ, മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു വക്താവായിക്കോട്ടെ, ആ വ്യക്തിത്വത്തിന് ഞാൻ ഒരു തരത്തിലും എനിക്ക് പ്രശ്നവൽക്കരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ് ഞാൻ പ്രശ്നവൽക്കരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ കള്ളം അത്രയും ആളുകളുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും ഉണ്ട്. കാരണം ഞാൻ അടക്കമുള്ള മനുഷ്യർ ഇപ്പോഴും ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. കാരണം എൻ്റെ ജനത, അല്ലെങ്കിൽ എനിക്ക് ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക് ഇനി അനുഭവിക്കേണ്ടി വരുന്ന സ്വാതന്ത്ര്യം എന്തായിരിക്കും, നമ്മൾ ഇവിടെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കുമെന്ന് നിരന്തരം ആലോചിച്ചും വിഷമിച്ചും തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മോശപ്പെട്ട ഭരണാധികാരിക്ക് കീഴിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് കൊണ്ട് അതിനാലോചിക്കുകയും സങ്കോചം കൊള്ളുകയും അതിനെ നിരന്തരം വിമർശിക്കുകയും അതിലിടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ശോഭന പറഞ്ഞ പ്രസ്താവന വളരെയധികം വേദനയും വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശോഭനയെ പോലെയാണ് എന്നുള്ളത് വലിയ രീതിയിൽ കോംപ്ലിമെൻ്റായി പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ കൊച്ചു ചെറുപ്പത്തിലെ മുതലേ ശോഭനയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ളത് അവരെ തന്നെയായിരിക്കും. അവരുടെ ചിത്രങ്ങൾ, അവരുടെ സിനിമകൾ, അവരുടെ ചിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള സിനിമാ വാരികകൾ എപ്പോഴും ഞാൻ സൂക്ഷിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യായിരുന്നു. അവരെ പോലെ നൃത്തം ശ്രമിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂളിൽ ഒരു 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ഒരേ ഒരു നാഗവല്ലി ഞാൻ മാത്രമായിരുന്നു. എനിക്ക് ചുറ്റും ഒരുപാട് രാമനാഥന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു നാഗവല്ലിയെ പരിശോധിക്കുവാനായി ഒരുപാട് രാമനാഥന്മാർ വന്ന സമയത്തായിരുന്നു എനിക്ക് ആ സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വരുന്നത് എൻ്റെ സ്കൂളിൽ വെച്ച്. അപ്പോൾ ഒരേ സമയം എനിക്ക് നാഗവല്ലി പ്രശ്നവും അതേസമയം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും തന്നെയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ ആദ്യം നൃത്തം ചെയ്യുന്നത് മസ്തായിലെ ഒരു സോങ്ങാണ്. അതുകൊണ്ട് തന്നെ എന്നെ എല്ലാവരും കളിയാക്കിയിട്ടെങ്കിലും ഒരു മുറ വെന്ത വാർത്ത എന്ന് കളിയാക്കാറുണ്ട്.
ശോഭന എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലേ മുതൽ അത് കേൾക്കുന്നൊരു ശീലമുണ്ട്. പിന്നീടാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് മറ്റൊരു ട്രാൻസ് സുഹൃത്ത് വന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടം രമ്യാകൃഷ്ണനെ ആയിരുന്നു, എനിക്കിഷ്ടം ശോഭനയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ട് പരസ്പരം മനസ്സുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങനെയാണ് എന്നുള്ളത്. പരിസരവാസികൾ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. നമ്മുടെ ചേഷ്ടകളിലും നമ്മുടെ ബിഹേവിയറിലൊക്കെ അത് കൊണ്ടുവരാൻ പലപ്പോഴും ശ്രമിക്കുന്നു. പിന്നെ തൃശ്ശൂരിൽ താമസിക്കുമ്പോൾ ശോഭനയുടെ നൃത്ത പരിപാടി എവിടെ നടന്നാലും ഞാൻ മാക്സിമം കാണാൻ ശ്രമിക്കും. അങ്ങനെ എനിക്ക് റീജിയണൽ തിയേറ്ററിലാണ് ഒരു ദിവസം അവരെ അടുത്ത് സംസാരിക്കാൻ പറ്റിയത്. മറ്റെല്ലാ പെർഫോമൻസും എനിക്ക് പിന്നിൽ നിന്നാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ആ സമയത്തൊക്കെ, അല്ലെങ്കിൽ എൻ്റെ ആ സമയത്തൊക്കെ, ഞാൻ ഒരു യൗവന കാലഘട്ടത്തിലൊക്കെ എത്തിയ സമയത്ത് എനിക്ക് തിരക്കുകൾ ഭയമായിരുന്നു. ഇത്രയും ക്രൗഡുള്ള സ്ഥലത്തേക്ക് എത്തി നോക്കി ഒരു പെർഫോമൻസ് കാണാൻ ഭയമായിരുന്നു. അങ്ങനെ എനിക്ക് എങ്ങനെയോ ഒരു അവസരം അവരുടെ അടുത്ത് നിൽക്കാൻ കിട്ടി. ഞാൻ അവിടെ അളന്നത്, അല്ലെങ്കിൽ അവരെ കാണാനല്ല ഞാൻ കൂടുതൽ ശ്രമിച്ചത്, ഞാൻ അവരുടെ അടുത്ത് നിന്ന് എൻ്റെ ഉയരമാണ് നോക്കിയത്. ഞാൻ അവരെ പോലെയാണോ, അവരുടെ അത്ര ഉയരം എനിക്കുണ്ടോ എന്നുള്ള അതെൻ്റെ കുട്ടിത്തമായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കാം. പിന്നെ ഞാൻ അവിടെ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങി. അവരുടെ മിക്ക സിനിമകളും കാണാനും ആ കഥാപാത്രം അവതരിപ്പിക്കാനും, ഞാൻ കണ്ണാടിയുടെ മുമ്പിലെ കഥ അവതരിപ്പിക്കാനൊക്കെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത്രത്തോളം എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഇറക്കിയതിൻ്റെ ഒരു നിരാശ കൂടിയാകാം അങ്ങനെ ഒരു എഴുത്ത് ഞാൻ ഇടേണ്ടി വന്നിട്ടുള്ളതാണ്. ശോഭനയെ കണ്ടിരുന്നില്ലേ? പിന്നീട് എപ്പോഴെങ്കിലും ശോഭനയോട് തീർച്ചയായിട്ടും ഞാൻ ഒരു മാസം മുൻപാണ് സൂര്യ ഫെസ്റ്റിവലിൽ ശോഭനയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. അത് 11th ആയിരുന്നു ശോഭനയുടെ പെർഫോമൻസ് ടാഗോർ തിയേറ്ററിൽ. അപ്പം അന്ന് എനിക്ക് കാണാൻ അവസരം ലഭിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ടോക്ക് ഷോ ഉണ്ടായിരുന്നു ഗണേശത്തിൽ. അപ്പം അന്ന് അവതാരികയായിട്ടുള്ള വ്യക്തി എൻ്റെ പേരും എൻ്റെ ഐഡൻറ്റിറ്റിയും ഒക്കെ അവിടെ എൻ്റെ പ്രൊഫഷനും ഒക്കെ പറഞ്ഞപ്പോൾ ശോഭന എന്നോട് സംസാരിക്കുകയുണ്ടായി. ടോക്ക് നന്നായിരിക്കട്ടെ, എല്ലാ ആശംസകളും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അവരുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റി. അവരുടെ സംഘാടകരെ എനിക്ക് പരിചയപ്പെടുത്തി. സൂര്യകൃഷ്ണമൂർത്തി സാറാണ് അതിന് അനുമതി തന്നത്. ഞങ്ങൾ അങ്ങനെ അത്രത്തോളം എനിക്ക് അവരുടെ അടുത്തെത്താൻ പറ്റിയെന്നുള്ളതാണ്. പക്ഷെ അത്ര അടുത്തെത്തിയിട്ടും ഈ അവസാന നിമിഷത്തിൽ എനിക്ക് ആ ഒരു പ്രസ്താവന കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു വിഷമം. അത് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളായാലും നമുക്ക് അവരുടെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾ പറഞ്ഞ ഒരു വിഷയത്തോടുള്ള വിയോജിപ്പ് മാത്രമാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഈ ശോഭന പോസ്റ്റിന്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തുപറ്റി സംഘികൾക്ക് ഇത്ര വിരോധം? ഒന്ന്, ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും അത് ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളായിട്ട് പലരും വ്യാഖ്യാനിക്കാറുണ്ട്. ഞാനൊരു ഇടതുപക്ഷക്കാരിയല്ല. ഞാൻ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലും എനിക്ക് അംഗത്വം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഇടതുപക്ഷ ആശയങ്ങളോട് അല്പമെങ്കിലും ഒപ്പം നിൽക്കുന്ന ആളാണ്. കാരണം മറ്റൊരു ആശയങ്ങളും എനിക്ക് എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ആശയത്തോട് യോജിച്ചു പോകുന്നത്. അതേസമയം അത്തരം ആശയങ്ങൾ കുറച്ചെങ്കിലും മനുഷ്യത്വപരമായി നിലനിൽക്കുന്നു എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. ഇപ്പം നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ എടുക്കുകയാണെങ്കിലും അവിടെ ഒരു ഹയറാർക്കിയുടെ, അവിടെ ഒരു മുകൾ താഴെത്തട്ടിൽ ബന്ധങ്ങളുടെയൊക്കെ കഥ പറയാൻ നമുക്കുണ്ടാവും. അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ ഒന്നും ഭാഷയൊന്നും നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളിൽ കുറച്ചെങ്കിലും അത്തരത്തിലുള്ളൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു മൃദു സമീപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അവരുടെ വേദികളിൽ പോകാനും രാഷ്ട്രീയപരമല്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നത്. അപ്പം അതിനങ്ങനെ കാണേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷെ സംഖ്യകൾ ഇതിനെ കൂട്ടമായി ആക്രമിക്കുന്നത്, ഇപ്പം അന്നത്തെ പരിപാടിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ബീന കണ്ണൻ, പി.ടി. ഉഷ, സുരേഷ് ഗോപി, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശോഭന ഒരു BJP അതിഥിയായിട്ട് അവിടെ എത്തുകയും അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക, അതിനെ ഞാൻ ഓപ്പോസ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം അത്. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ ആശയം പറയുന്ന ഞാൻ അതിനെ ഓപ്പോസ് ചെയ്തതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ളൊരു ലോഞ്ച്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു സൈബർ അറ്റാക്ക് എന്നുള്ളതിലപ്പുറം അത് ഇല്ലാത്തൊരു പ്രശ്നമാണ്. കാരണം ഇവരെൻ്റെ ശരീരത്തെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജെൻഡറിനെ, എൻ്റെ മരിച്ചുപോയ മാതാപിതാക്കളെ കുറിച്ചൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ ഇവരെൻ്റെ ലിംഗാവയവങ്ങളെയും ലൈംഗികതയും ഒക്കെ പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നത്
എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, എനിക്ക് ഇവർ പറയുന്നത് കേട്ട് എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ട്രോമ ഉണ്ടായിരിക്കുന്നു. എനിക്ക് ഒട്ടുമില്ല. കാരണം ഞാൻ കൊച്ചു ചെറുപ്പം മുതൽ ഇതിനേക്കാൾ വലിയ വേദനകൾ അനുഭവിച്ച് അതിന് നേരിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ 2000 കാലഘട്ടത്തിലാണ് കേരളം വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത്. തിരിച്ച് ഈ നാട്ടിൽ വന്ന് എൻ്റെ ജീവിതം ജീവിക്കാൻ ഞാൻ തയ്യാറെടുത്തപ്പോൾ മുതൽ എനിക്ക് ഒരുപാട് ശക്തി ലഭിച്ചിട്ടുണ്ട്. അത് എനിക്ക് ജീവിക്കാനുള്ള ശക്തിയാണ്. അവിടെ എന്നെ ഒരാൾ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് പരിഹസിക്കുകയോ കളിയാക്കുകയോ ഉപദ്രവിക്കാൻ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തളരത്തില്ല എന്നുള്ളതാണ്. അപ്പം ഇത്തരം പ്രൊഫൈലുകൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അത് ഈ പറയുന്ന ജാതീയമായ പ്രൊഫൈലുകളാണ്. അവരുടെ പേരിൻ്റെ അറ്റത്തൊക്കെ ജാതീയതയുണ്ട്. ഈ ജാതീയത വെച്ച് ഇവരുടെ ദൈവങ്ങളെ തന്നെയാണ് ഇവർ കളിയാക്കുന്നത്. ഹിജഡ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും ഇവർക്ക് അറിയത്തില്ല. ഹിജഡ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവദൂതർ എന്നാണ്. ഇവരെന്നെ ദൈവദൂതർ എന്നാണ് വിളിക്കുന്നത്. ശിഖണ്ഡി എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഹിന്ദു പുരാണങ്ങളിൽ എഴുതപ്പെട്ട വളരെ പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടറാണ്. ശിഖണ്ഡി ഈസ് എ മാസ്കുലിൻ ഓർ ഫെമിനൈൻ, ഒരു സ്ത്രീത്വവും പുരുഷത്വവും ഉള്ളൊരു ക്യാരക്ടറാണ് ശിഖണ്ഡി. അത് വിളിച്ച് എന്നെ കളിയാക്കുന്നത്. പക്ഷേ ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല ആരായിരുന്നു എന്നുള്ളത്. മഹാഭാരതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ. പിന്നെ ഇവർ വിളിക്കുന്ന മറ്റ് 9 ഇതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് 8 ഗുണങ്ങളാണുള്ളത്. അതിൽ ഇല്ലാത്തൊരു ഗുണമാണ് 9ാമത്തെ ഒരു ഗുണം ഒരു ട്രാൻസ് വ്യക്തിക്ക് ഉണ്ടെന്നാണ് അത് അടയാളപ്പെടുത്തുന്നത്. അപ്പം ഇതൊക്കെ ശരിക്കും പണ്ട് കാലത്ത് വേദങ്ങളിലോ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലൊക്കെ എഴുതപ്പെട്ട വാക്കുകളെ ഇവരെന്നെ കളിയാക്കാൻ ഈ പുതിയ കാലത്ത് ഉപയോഗിക്കുക. അപ്പം അത് എനിക്ക് ഏൽക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അപ്പം ഇവരത് എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് എനിക്ക് കൊള്ളത്തില്ല. അതിന് ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ ക്യൂർ കമ്മ്യൂണിറ്റിയെ ചേർത്ത് നിർത്താനുള്ള ശ്രമമൊക്കെ അത് BJPയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ക്യൂർ കമ്മ്യൂണിറ്റിയോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുകയാണ് എന്ന് നടിക്കാനെങ്കിലും BJPയുടെ ഭാഗത്തു നിന്നുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒട്ടും തന്നെയില്ല. കാരണം ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ് പോളിസി കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോജക്റ്റ് വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രോജക്റ്റ് ട്രാൻസ് വ്യക്തികൾ കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബഡ്ജറ്റിൽ പൈസ വകയിരുത്തുന്ന സംസ്ഥാനം കേരളമാണ്. നമ്മുടെ പ്രോജക്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് 2018-ലാണ്. 2017-ലാണ് റെയിൻബോ പ്രോജക്റ്റ് വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് വരുന്നത് 2022-ലാണ് സ്മൈൽ പ്രോജക്റ്റ്. കേന്ദ്ര സർക്കാർ ഒരു ആക്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി കൊണ്ടുവരുന്നത് 2019-ലാണ് ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. അതിനു മുമ്പേ തന്നെ നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ക്യൂർ കമ്മ്യൂണിറ്റി ചേർത്ത് നിർത്തുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നും സെയിം സെക്സ് മാരേജിനെ കുറിച്ച് നിർത്തുന്നു എന്നുള്ളതല്ല, അതിനെ അങ്ങനെ ചേർത്ത് നിർത്തുകയാണെന്ന് നടിക്കാനുള്ള ചില ശ്രമങ്ങൾ തീർച്ചയായിട്ടും അത് ആ ശ്രമങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് സെയിം സെക്സ് മാരേജിൻ്റെ വിഷയത്തിൽ പാർലമെൻറ്റിനും ഈ പറയുന്ന സംഘപരിവാർ സഭയ്ക്കുമൊക്കെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല? കാരണം ഇവരെ പറയുന്ന ഹിന്ദു ഐഡിയോളജിയിലും ഹിന്ദു മിത്തോളജിയിലും ഹിന്ദു സ്കൾപ്ചേഴ്സിലും അല്ലെങ്കിൽ ഇത്തരം പറയുന്ന ഇതിഹാസങ്ങളിലും വേദാസിലും ഒക്കെ തന്നെ വളരെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള വളരെ ഇൻക്ലൂഷൻ ആയിട്ടുള്ള ഐഡിയോളജിയാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് നമ്മുടെ പുരാണങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും അതിൻ്റെയൊക്കെ തന്നെ തെളിവുകൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ശീതൾ ശ്യാമിനോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? എന്നോട് സുരേഷ് ഗോപി സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല. സുരേഷ് ഗോപിയുടെ വക്താവായിട്ടുള്ള പ്രതീക്ഷ ഫൗണ്ടേഷൻ്റെ വ്യക്തി എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു. എറണാകുളത്ത് നടക്കുന്ന പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യൂ, സുരേഷ് ഗോപിയാണ് അതിൽ പങ്കെടുക്കുന്നത്, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും ട്രാൻസ്ജെൻഡർ എംപവർമെൻറ്റിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ മാതൃകകളാണ് മറ്റു പല സംസ്ഥാനങ്ങളും ഇന്ന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് എന്താണ് സുരേഷ് ഗോപിക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് ഞാൻ ചോദിക്കുകയും ഇങ്ങനൊരു അവസരം എനിക്ക് നൽകിയതിൽ താങ്കളോട് നന്ദിയുണ്ട്, ഈ അവസരം ഞാൻ വിനിയോഗിക്കാൻ തയ്യാറാവുന്നില്ല, താല്പര്യമില്ല എന്ന് തന്നെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നീട് അവർ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു കൂട്ടായ്മ നടക്കുകയോ ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൂട്ടായ്മ നടക്കുകയും ചെയ്തു. പക്ഷെ ആ കൂട്ടായ്മയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവിടെ ശരിക്കും ഒരു ദൈവികമായിട്ടുള്ള ഒരു സംവിധാനമൊക്കെയാണ്. കാരണം ഈ കൂട്ടായ്മ തൃശ്ശൂരിൽ നടന്നപ്പോൾ ഞാൻ കണ്ടത് അത്തരം ആളുകളുടെ കാലുകൾ കഴുകുക, പൂവിടുക, കുറി തൊട്ട് കൊടുക്കുക, അതൊക്കെ ഒരു ആചാരപരമായിട്ട്. അപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത്തരം ആചാരത്തിൽ നിൽക്കുന്ന ആളുകളല്ല. അതിൽ ക്രിസ്ത്യനുണ്ട്, ഹിന്ദു ഉണ്ട്, ഇസ്ലാം ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള കാസ്റ്റിസമോ അത്തരം ഐഡിയോളജി ഒന്നും ഇല്ലാത്ത പലതരം ആളുകളുണ്ട്. അപ്പൊ അങ്ങനൊരു എങ്ങനെയാണ് ഇവരിതിനെ ഉൾക്കൊള്ളുന്നതെന്നാണ്. അതൊരു തരം പറ്റിപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പല കമ്മ്യൂണിറ്റികൾ അത്തരം സാംസ്കാരികപരമായി നിൽക്കുന്നുണ്ട്. ഞാനും ഈ പറയുന്നത് പോലെ ഈ ചില സിനിമകളിലൊക്കെ, പ്രത്യേകിച്ചും ഈ ബംഗാളിൽ നിന്നും ഈ പറയുന്ന ഒക്കെയുള്ള ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ ഹിജ്റ പൂജ എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുന്ന രാഖി കെട്ടുകയും പണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം അവരൊരു എന്തോ ബ്ലെസ്സിങ് കൊടുത്താൽ നല്ലതാണെന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു പാറ്റേൺ ആണോ അദ്ദേഹം ഇവിടെ? തീർച്ചയായിട്ടും. ഒന്ന് ഇവരൊക്കെ ഈ ഹിന്ദു സംഹിതകളിലൊക്കെ ഇത്തരം അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിട്ടതിന്റെ ഫലമായിട്ട്. അപ്പം എങ്ങനെയാണ് ഭിക്ഷാടനം ട്രാൻസ് വ്യക്തികൾക്ക് അതൊരു അവകാശമായിട്ട് നിലനിന്നിരുന്നത്? രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ രാമൻ പറയാണ്, നിങ്ങൾ ആരും തിരിച്ചു വരരുത്, സ്ത്രീകളും പുരുഷനും കുട്ടികളാരും കാട്ടിലേക്ക് വരരുത്, കാടിന്റെ അതിർത്തി വരെ വന്നാൽ മതി എന്ന് പറയുന്നു. 14 വർഷം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോഴാണ് എല്ലുന്തിയ ഒരുപാട് മനുഷ്യരെ കാണുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ ആരായിരുന്നു? ഇവര് പറയുന്നു, ഞങ്ങൾ സ്ത്രീയോ അല്ല പുരുഷനും അല്ല, താങ്കൾ അവരോടാണ് പോകാൻ പറഞ്ഞത്, ഞങ്ങൾ അങ്ങയുടെ ഭക്തരാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, എന്താണ് വേണ്ടത്? അപ്പൊ ഇവര് പറയുന്നു, ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹം മാത്രം മതി, എന്റെ സ്നേഹം നിങ്ങൾ അനുഗ്രഹമായി സ്വീകരിക്കൂ, നിങ്ങൾ ഇനി മുതൽ ദാനം ധർമ്മം വാങ്ങി ജീവിക്കൂ എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് ദാനം ധർമ്മം വാങ്ങുക എന്ന് പറയുന്നത് സന്യാസിമാർക്കും ഭിക്ഷുക്കൾക്കും ഇത്തരം ആളുകൾക്കും ഒരു സ്വീകാര്യമായിരുന്നു. പിൽക്കാലത്തായിരുന്നു ബെഗിങ് ആക്ട് ഒക്കെ വന്നത്. അപ്പം അങ്ങനൊരു ചരിത്രത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോഴും അവർ ഭിക്ഷാടനത്തിലേക്ക് പോകുന്നത്. അതൊരു നിവൃത്തികേടിന്റെ ഭാഗമായിട്ട് ചിലർക്ക് കരുതാം, ചിലരത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡോളി എന്ന് പറയുന്ന സംഭവമുണ്ട്, ബധായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ വലിയ വലിയ വീടുകളിൽ പോയി ഇവർ പ്രാർത്ഥനകളും പൂജകളൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇവർക്ക് പണം ലഭിക്കുകയും അതൊരു ദാനമാണ്. അപ്പൊ നമ്മൾ മുസ്ലിം മതവിഭാഗം എടുക്കുമ്പോൾ പെരുന്നാളിന്റെ സമയത്ത് സക്കാത്ത് കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ടവന് പണക്കാരൻ കൊടുക്കുന്ന ഒരു ദാനം. അതുപോലെ തന്നെയാണ് ഇതും. അപ്പൊ ഇതൊരു കൾച്ചർ സിസ്റ്റമായിട്ട് പുരാണങ്ങളിലും പണ്ടും നിലനിർത്തിപ്പോയിരുന്ന സംസാരം ഇപ്പോഴും കൊണ്ടുപോകുന്നത് ശരിയല്ല. ഒന്ന്, നമുക്ക് ആർക്കും അനുഗ്രഹിക്കാനുള്ള കഴിവില്ല. നമ്മൾ അനുഗ്രഹിച്ചാൽ ആരും നന്നാവൂ എന്നുള്ള ഒരഭിപ്രായക്കാരിയല്ല. അങ്ങനെയാണെങ്കിൽ അതൊരു കഴിവാണോ എനിക്കറിയത്തില്ല. അതിനെങ്ങനെയാണ് ഞാൻ വിശദീകരിക്കേണ്ടത് എന്നുള്ളത്. ക്യൂർ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ എന്തായിരുന്നു പ്രതികരണം? എനിക്ക് തോന്നുന്നു പലതരം അഭിപ്രായമുള്ള ആളുകളാണ്. ചില ആളുകൾ പറയുന്നുണ്ട് അത് ശരിയല്ല, കാരണം അത് അവരുടേതായിട്ടുള്ള അഭിപ്രായം മാത്രമാണെന്ന്. ചില ആളുകൾ പറയുന്നുണ്ട് ശീതൾ അങ്ങനെ സംസാരിച്ചത് നന്നായി, കാരണം നമ്മൾ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം അത്രത്തോളം സംഘപരിവാർ തീവ്രത നമ്മുടെ ഇടങ്ങളിലേക്ക് എത്തി. ഇവിടുത്തെ ദളിത് മനുഷ്യരുടെ, ഇവിടുത്തെ മുസ്ലിമുകളുടെ, ഇവിടുത്തെ സംസ്ഥാനങ്ങളുടെ, ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ, ഇവിടുത്തെ സാഹിത്യ പ്രവർത്തകരുടെ, കലാകാരന്മാരുടെ ഒക്കെ നേർക്ക് ഈ അജണ്ട നീണ്ടു വന്നിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ സംസാരിക്കാതിരിക്കുന്നതാണോ ശരി? അല്ലെങ്കിൽ നമ്മളൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ ശരി? ഇനി നമ്മുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ എവിടെ പോകും? നമ്മുടെ വസ്ത്ര സ്വാതന്ത്ര്യം, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഭക്ഷണ സ്വാതന്ത്ര്യം, നിലനിൽപ്പിന്റെ സ്വാതന്ത്ര്യം, ഇതൊക്കെ എവിടം വരെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒക്കെയാണ് നമ്മൾ. സംഘപരിവാർ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടോ ക്യൂർ കമ്മ്യൂണിറ്റിയെ? അതൊരു ഭയപ്പാടല്ല. കാരണം 2018 IPC 377 സ്ക്രാപ്പ് ചെയ്യുന്നത്. ആ സ്ക്രാപ്പിങ്ങില് ബഹുമാനപ്പെട്ട ജഡ്ജ് പറഞ്ഞിട്ടുള്ളത്, 5 അംഗ ബെഞ്ചില് ഇന്ദു മൽഹോത്ര പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യൻ സമൂഹം ക്യൂർ കമ്മ്യൂണിറ്റിയോട് മാപ്പ് പറയണമെന്നുള്ളത്. അതേ 5 അംഗ ബെഞ്ചിന്റെ മറ്റൊരു ബെഞ്ചാണ് ഈ പറയുന്ന സെയിം സെക്സ് മാരേജിന്റെ വേർഡിക്റ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അന്ന് ബഹുമാനപ്പെട്ട ചീഫ് ജഡ്ജ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, ലൈംഗികത എന്ന് പറയുന്നത് പാടത്ത് പണിയെടുക്കുന്ന ഒരു പെണ്ണിനും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേ ജഡ്ജ് തന്നെയാണ് പറയുന്നത് ഇത് തീരുമാനമെടുക്കേണ്ടത്
പാർലമെൻറ്റാണ്, സർക്കാരാണെന്നുള്ളത്. അപ്പോൾ പാടത്ത് പണിയെടുക്കുന്ന പെണ്ണിന് അത്തരത്തിലുള്ള ലൈംഗിക അഭിനിവേശം ഉണ്ടെങ്കിൽ ഇവിടെ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള മനുഷ്യർ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് പോലെ കുടുംബ സംവിധാനത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരായിട്ട് നമ്മൾ ഇനി എത്ര കാലം മുൻപോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ്. അത് ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഏത് രീതിയിലാണെന്നാണ്. പല വികസിത രാജ്യങ്ങളും ഇത്തരം വിഷയങ്ങളിൽ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വളരെ ഇടം കൊടുക്കുന്ന രാജ്യങ്ങളായിട്ട് പല രാജ്യങ്ങളും മാറിയിട്ടുണ്ട്. UN പോലും ഇത്തരം വിഷയത്തിൽ അപലപിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റഷ്യയില് ഒളിമ്പിക്സ് കമ്മിറ്റി ഒളിമ്പിക്സ് നടത്തില്ല എന്ന തീരുമാനം എടുത്തത്? ക്യൂർ കമ്മ്യൂണിറ്റിക്ക് നേരെ നടക്കുന്ന വിവേചനങ്ങൾ ധാരാളമുണ്ട്, അത്തരത്തിലുള്ള നിയമങ്ങൾ റഷ്യയിൽ ധാരാളം ഉണ്ടെന്നുള്ള തീരുമാനം ഉള്ളത് കൊണ്ടാണ് ഒളിമ്പിക്സ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നീട് അത് മാറിയാൽ മാത്രമാണ് റഷ്യയിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒളിമ്പിക്സ് അവതരിപ്പിക്കാനായിട്ടുള്ള അവിടെ ഒരു അവസരം കിട്ടുള്ളൂ. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ലോകരാജ്യങ്ങൾ ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഏത് തരത്തിലുള്ള പുരോഗമനമാണ്, ഏത് തരത്തിലുള്ള എംപവറിംഗ് ആണ്, ഏത് തരത്തിലുള്ള ഇൻക്ലൂഷനാണ്, ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഒരു രാജ്യത്തിന് ഉണ്ടാവേണ്ടത്? നമ്മുടെ രാജ്യത്തിന് ഈ അടുത്ത കാലത്ത് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? നമുക്ക് എടുത്തു പറയാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സ്റ്റാച്ചു നിർമ്മിച്ചതോ വലിയ വിമാനങ്ങൾ വാങ്ങിയതോ ചീറ്റപ്പുലികളെ കൊണ്ടുവന്നതോ ആയിട്ടുള്ള മാറ്റങ്ങളാണോ നമുക്ക് ഉണ്ടാവേണ്ടത്? അതോ ഇവിടുത്തെ ദളിത് അട്രോസിറ്റീസിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ടോ? കർഷകർ തെരുവിലിറങ്ങി സമരം ചെയ്തതിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ടോ? സ്ത്രീകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മൂന്നാമത് നിൽക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടതുണ്ടോ? ഇവിടുത്തെ കലാകാരന്മാർക്ക് വൃത്തിയായി സിനിമയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയേണ്ടതുണ്ടോ? ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യുന്നു എന്ന് നമ്മൾ പറയേണ്ടതുണ്ടോ? ഇവിടുത്തെ എഴുത്തുകാർക്ക് സ്വന്തം അഭിപ്രായങ്ങളെ എഴുതാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയേണ്ടതുണ്ടോ? പക്ഷെ ശരിയാണ്, അത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറേ അധികം കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ക്യൂർ കമ്മ്യൂണിറ്റിയെ ഇപ്പോൾ സമൂഹം കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി അക്സെപ്റ്റൻസ് വന്നിട്ടില്ലേ? കാരണം എല്ലാ മേഖലയിലും ക്യൂർ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, എല്ലാ മേഖലയിൽ നിന്നും ക്യൂർ കമ്മ്യൂണിറ്റി, സിനിമാ മേഖലയിലാകട്ടെ അല്ലെങ്കിൽ മറ്റെവിടെയോ ആകട്ടെ, ക്യൂർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, കാരണം ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു 15 വർഷം മുമ്പ് ഇതല്ലല്ലോ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ സാമൂഹ്യ സാഹചര്യം ഇതിനേക്കാൾ വളരെ മോശമാണ് ക്യൂർ കമ്മ്യൂണിറ്റിയോടുള്ള പെരുമാറ്റത്തിലും ഇടപെടലിലും ഒക്കെ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടില്ലേ? കുറേയധികം അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങി. തീർച്ചയായിട്ടും. നമ്മൾ ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യരൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് നിലവിളിക്കാനോ സംസാരിക്കാനോ കൊല ചെയ്യപ്പെടാനോ അഭിപ്രായങ്ങൾ പറയാനോ ഒന്നും. അത് ഈ അടുത്ത കാലത്താണ് അത്തരത്തിൽ ധാരാളം മനുഷ്യരുണ്ടാവുന്നത്. പക്ഷെ ഇതിനു മുമ്പ് ഒരുപാട് മനുഷ്യർ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ചിരുന്നു. അവർ മരണപ്പെട്ടിരുന്നു, അവരെ മാനസിക രോഗികളാക്കിയിരുന്നു, അവരെ ഇല്ലാതാക്കിയിരുന്നു, അവർ സ്വയം ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് നമുക്കറിയാം നമ്മുടെ അറിവ് വർദ്ധിച്ചു തുടങ്ങി. നമ്മൾ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഭീകരമായിട്ട് മാറി തുടങ്ങി. ടെക്നോളജി മാറി, സയൻസ് മാറി, നമ്മുടെ ആരോഗ്യ മേഖല മാറി. രോഗികളായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന നമ്മൾ രോഗികളല്ല എന്നുള്ളത് മെഡിക്കൽ സയൻസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ സ്വത്വം വെളിപ്പെടുത്താൻ ക്യൂർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മനുഷ്യർക്ക് കുറച്ചുകൂടി സ്വത്വം വെളിപ്പെടുത്താനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നല്ലേ? തീർച്ചയായിട്ടും. അതൊന്ന് നമ്മുടെ സാമൂഹ്യ സാഹചര്യം അത്രത്തോളം മാറിയിട്ടുണ്ട്. ഞാൻ ടെക്നോളജി എന്ന് എടുത്തു പറയുമ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പോലുള്ള സംവിധാനം നമുക്ക് അത്രത്തോളം ഉപകാരങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ അച്ഛനമ്മയോടൊന്നും ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ തെറ്റായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനമ്മമാരാണ്. ഞാൻ ആരാണെന്ന് എൻ്റെ ക്ലാസ് ടീച്ചറോടോ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുമ്പോൾ നീ തെറ്റായിട്ടാണ് ജീവിക്കുന്നതെന്ന് എന്നെ പറഞ്ഞ ആളുകളാണ്. ഞാൻ ആരാണെന്ന് ഞാൻ അന്വേഷിച്ച് ഞാൻ മടുത്തു പോയിട്ടുണ്ട്. ഞാൻ ആ ട്രോമയിലും വയലൻസിലും ഫിയറിലുമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള മനുഷ്യർ എങ്ങനെയായിരുന്നു ശീതൾ, പ്രത്യേകിച്ചും ഒരു ചൈൽഡ്ഹുഡിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു രൂപത്തിലും നമ്മുടെ മനസ്സിലെ സ്വത്തും ഇങ്ങനെ പുറത്തേക്ക് വരാൻ വീർപ്പുമുട്ടി കഴിയുന്ന ഒരു കാലഘട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. തീർച്ചയായിട്ടും. ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ സ്കൂളിൽ
ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ ഞാൻ കുട മറച്ചിട്ടാണ് പോയത്. കാരണം എൻ്റെ സ്കൂളിൽ ഞാൻ പോകുമ്പോൾ 5th പോകുമ്പോൾ അവിടെ വലിയ ആമ്പിള്ളേരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർ മുണ്ടൊക്കെ മടക്കി കുത്തി കാലിലെ രോമൊക്കെ കാണിച്ച് ഇങ്ങനെ ഭയങ്കര ഒരു ഫിയറോട് കൂടി ഞാൻ ക്ലാസ് റൂമിൽ പോകുന്നത്. ക്ലാസ് റൂമിൽ പോയി എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ പേര് വിളിക്കുകയാണ്. എൻ്റെ ഡെഡ് നെയിമാണ് വിളിക്കുന്നത്. ഡെഡ് നെയിം എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ പഴയ പേര്, അതായത് എൻ്റെ വീട്ടുകാരെ എൻ്റെ അനുവാദം ഇല്ലാതിട്ട പേരിന് നമ്മൾ കമ്മ്യൂണിറ്റിക്കിടയിൽ ഡെഡ് നെയിം എന്നാണ് ഉപയോഗിക്കുന്നത്. ആ പേര് വിളിച്ചപ്പോൾ പ്രസൻറ്റ് ടീച്ചർ എന്ന് പറയാൻ ഞാൻ എണീക്കുകയും പ്രസൻറ്റ് ടീച്ചർ എന്ന് പറയുകയും ചെയ്തപ്പോൾ ടീച്ചറും കുട്ടികളും അടക്കം എന്നെ തിരിഞ്ഞു നോക്കി കളിയാക്കി ചിരിച്ചതാണ് എനിക്ക് ഓർമ്മ. അവിടെ നിന്ന് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ സകല കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് ആ ബാക്ക് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എനിക്ക് 9ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നത്. എൻ്റെ ആ 9ാം ക്ലാസ് വരെയുള്ള പഠനങ്ങളിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, എനിക്ക് നന്നായി പാടാൻ വായിക്കാൻ കഴിയില്ലായിരുന്നു. അവിടെയൊക്കെ എന്നെ തടയുമായിരുന്നു. എനിക്ക് നൃത്തം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. എനിക്ക് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു. കലാമത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു. എനിക്ക് ക്ലാസ് റൂമിൽ ഒരു അഭിപ്രായങ്ങളൊന്നുമില്ലായിരുന്നു. ഞാനൊരു വേറിട്ട വ്യക്തിയായിട്ട് ഒറ്റയ്ക്കായിരുന്നു ക്ലാസ് റൂമിൽ ഞാൻ ജീവിച്ചിരുന്നത്. ഞാനൊരു മിക്സ്ഡ് സ്കൂളാണ് പഠിച്ചത്. അവിടെ എനിക്ക് ആരും സപ്പോർട്ടില്ലായിരുന്നു. ഈ ക്ലാസ് റൂമിലെ എല്ലാ വിഷമതകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മനസ്സിലേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. എൻ്റെ പപ്പ ഭയങ്കര ആൽക്കഹോളിക്കായിരുന്നു. എൻ്റെ മമ്മിയായിരുന്നു എന്നെ അല്പമെങ്കിലും സപ്പോർട്ട് ചെയ്തിരുന്നത്. പപ്പ നിരന്തരം അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്: ഞാനൊരാണാണ്, എനിക്കൊരിക്കലും ആണും പെണ്ണും കെട്ട കുഞ്ഞുണ്ടാവില്ല, ഇത് നിനക്ക് മറ്റാരിൽ നിന്നുണ്ടായ കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയെ ബ്ലെയിം ചെയ്തിരുന്നത്. അപ്പോൾ പല സമയങ്ങളിൽ ഞാൻ എൻ്റെ സങ്കടം പറയാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, കാരണം എൻ്റെ അമ്മ സങ്കടപ്പെടണ്ട എന്നുള്ള കരുതിയിട്ട്. അപ്പം അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് എൻ്റെ വീടിൻ്റെ ചുറ്റുപാട്, എൻ്റെ നാട്ടുകാർ, എൻ്റെ സ്കൂൾ പരിസരങ്ങൾ, ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ വിചാരിച്ചു എനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നന്നായി സംസാരിക്കാനൊക്കെയുള്ള കാലഘട്ടത്തിലെങ്കിലും എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും, എനിക്ക് മറ്റുള്ളവരോട് മറുപടി പറയാതെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റും. ഇല്ല, ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങൾ എന്നോട് ചോദിക്കും, ട്രാൻസ്ജെൻഡർ ആണോ, ശരീരത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞോ, വജൈനയാണോ, ബ്രസ്റ്റാണോ, പ്രസവിക്കാൻ കഴിയുമോ, ആർത്തവം ഉണ്ടാവുമോ, നിങ്ങളൊരു യഥാർത്ഥ സ്ത്രീയാണോ, നിങ്ങൾ വിവാഹം കഴിച്ചത് പുരുഷനെ തന്നെയാണോ? ഇത്തരം ചോദ്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതാവസാനം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കണം. ഓക്കെ, ഇപ്പോൾ ശീതളി പറയുന്നത് പോലെ പിന്നെ എപ്പോഴാണ്, ഏത് ഘട്ടത്തിലാണ് ഈ കേരളത്തിൽ നിന്ന് പോകാൻ തീരുമാനിക്കുന്നത്? 2000-ലാണ് ഞാൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ പോകുന്നത്. അതിൻ്റെ ഒരു പപ്പയുടെ ഒരു കസ്റ്റം കമ്പനിയിലേക്കാണ് പോകുന്നത്. ഞാൻ തൃശ്ശൂർ ജോലി ചെയ്യുമ്പോൾ, ജോലി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ജോലിയായിട്ടൊന്നും അതിനെ കണ്ടില്ല. എൻ്റെ ജോലി, എനിക്കിഷ്ടമുള്ള ജോലി മറ്റു പലതുമായിരുന്നു. ഒരു പുരുഷൻ ചെയ്യുന്ന കമേഴ്ഷ്യൽ ജോലികളൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ അലുമിനിയം ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഗോൾഡ് വർക്കിന് പോയിട്ടുണ്ട്, കസ്റ്റം കമ്പനി ജോലിക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും എനിക്ക് പറ്റുന്നൊരു കംഫർട്ട് സോൺ ആയിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ എങ്ങനെയോ കമ്പ്യൂട്ടർ ബേസിക് പഠിച്ചു, തമിഴ് ഭാഷ സംസാരിക്കാൻ പഠിച്ചു. അപ്പോഴാണ് എന്നെ ബാംഗ്ലൂർക്ക് വിടാമെന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് വ്യത്യസ്തമായൊരു സ്ഥലം. ഞാൻ താമസിച്ചത് രജനീകാന്തിൻ്റെ ജന്മനാട്ടിലാണ്, കലാശിപ്പാളയം, ബാംഗ്ലൂർ. അപ്പോൾ അവിടെ മുഴുവൻ മുസ്ലിംസാണ്. അപ്പോൾ അവരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്, ഒരു ഫ്ലാറ്റിൽ. ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ എനിക്ക് തമിഴ് മാത്രമേ അറിയുള്ളൂ, കന്നഡ അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ എങ്ങനെയൊക്കെയോ തമിഴ് സംസാരിക്കുന്നവരുണ്ട്. തമിഴ് സംസാരിച്ച് ഞാൻ അവിടെ ഒരു അങ്കിളിനോട് ചോദിച്ചു, ഇവിടെ ഏതെങ്കിലും ഒരു മലയാളി ഷോപ്പ് ഉണ്ടോ, എനിക്ക് മലയാളി അരി വാങ്ങണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു, മട്ടരി. ഞാൻ അടുത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഒരു അങ്കിള്, കോഴിക്കോടത്തെ ഒരു അങ്കിളായിരുന്നു ആ ഷോപ്പ് നടത്തുന്നത്. അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, നാട്ടിലെവിടെയാണ്? ഇങ്ങനെ സ്ഥലത്താണ്, ഇവിടെ വന്നിട്ട് എത്ര നാളായി? കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ എന്നെ അദ്ദേഹം എങ്ങനെയൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫെമിനിറ്റിയെ അദ്ദേഹം മനസ്സിലാക്കി.
അപ്പം ഞാൻ എവിടെയായിരിക്കും, ഇവിടെ കല്ലാശിപ്പാളയം ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ താഴെ പോയാൽ ഒരുപാട് പേരെ കാണാം. ഞാൻ അന്ന് ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുകയാണ്. ഒരു ലേഡി ടീഷർട്ട്, ലേഡീസ് ജീൻസ്, ഞാൻ കണ്ണൊക്കെ എഴുതി ഐ ഷാഡൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ആദ്യമായി ചിരിച്ചുകൊണ്ട് മാർക്കറ്റിലൂടെ ഞാൻ ആ ബ്രിഡ്ജിൻ്റെ താഴെ പോവാണ്. അപ്പോൾ എന്നെ നോക്കി ഒരുപാട് പേര് ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് അത്രയും സ്വീകാര്യമായ ചിരി ഞാൻ കാണുന്നത്. അവരെന്നോട് സംസാരിക്കുന്നു, എവിടെ വീടെന്ന് ചോദിക്കുന്നു, മലയാളിയാണെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ഭയങ്കര കൂട്ടാവും. പിന്നെയാണ് ഞാൻ സംഗമം എന്ന് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനിലേക്ക് പോകുന്നത്. പിന്നീടാണ് ഞാൻ എൻ്റെ ജീവിതം കുറച്ചെങ്കിലും അവിടെ ജീവിച്ചത്. കാരണം ആ നഗരത്തിൽ എന്നെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ശ്വാസം മുട്ടലുകളില്ലാത്ത ജീവിതം. തീർച്ചയായും ശ്വാസം മുട്ടലല്ല, ഞാനൊരു മനുഷ്യനായിട്ട് ജീവിച്ചത് അവിടെയാണ്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ, ഞാൻ റോഡിൽ യാത്ര ചെയ്യുമ്പോഴോ തുറച്ചു നോക്കുന്നില്ല ആരും. എനിക്കിഷ്ടം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ഞാൻ രാത്രി നടക്കുന്നു, പകൽ നടക്കുന്നു, ആരുടെ കൂടെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, എൻ്റെ ഫെമിനിറ്റി എന്താണ്, എൻ്റെ ബിഹേവിയർ എന്താണ്, എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ആർക്കും പരിശോധിക്കാൻ സമയമില്ല. എന്നെ മോശപ്പെട്ട ഒരു വാക്ക് പോലും അവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 2000 കാലഘട്ടത്തിൽ അത് നടക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് എനിക്ക് ബാംഗ്ലൂർ ഇപ്പോഴും പ്രിയപ്പെട്ടതാണ്. അവിടെ നിന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കേരളം എത്രത്തോളം സാംസ്കാരികപരമായി ഉയർന്നതാണ്, സാമൂഹികപരമായി ഉയർന്നതാണ്, ലിറ്ററസിയിൽ നമ്മൾ ഉയർന്നതാണ്. അങ്ങനെ ഒരു പച്ചക്കള്ളം എനിക്ക് വീണ്ടും വീണ്ടും കേൾക്കുന്നതിൽ സങ്കടം ഉണ്ടല്ലോ. നമ്മളിപ്പോഴും സ്ത്രീകൾക്ക് രാത്രി ഇറങ്ങി നടക്കാൻ വേണ്ടി ഒരു ദിവസം കണ്ടെത്തുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് ഓർക്കണം. ഷീ നൈറ്റ്സ്. അപ്പോൾ അത്തരം കോമഡികൾ നടക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ എനിക്ക് ജീവിച്ചേ പറ്റൂ, ഞാൻ ഇവിടെ തന്നെ ജീവിക്കും, തിരിച്ചൊരു പോക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ സ്വീകാര്യമായ ചിരികൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്നറിയാം, പക്ഷേ കൂടുതൽ സ്വീകാര്യമായ ചിരികൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ശീത. താങ്ക് യു.